പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് കരുതേണ്ട. ക്ഷമയോളം വലിയൊരു വിശ്വാസവും മൗനത്തോളം വലിയൊരു ആയുധവുമില്ല. ദുർബലനായ വ്യക്തിക്ക് നിങ്ങളോട് ശത്രുതയുണ്ടായാൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും. എന്തുകൊണ്ടെന്നാൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത സമയത്തായിരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് തടസ്സമായി മാറുക. ജാഗ്രതയോടെ ഇരിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടതെന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരും, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ്. അതുപോലെ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാകും. എന്നാലും ജീവിക്കുക. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവം അവർക്കും ഉണ്ടാകണം. സന്തോഷമായിരിക്കാൻ 2 വഴികളുണ്ട്. നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു. സങ്കടം പറഞ്ഞാൽ ആശ്വസിപ്പിക്കും എന്നുറപ്പുള്ള ഒരാളെങ്കിലും ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചേക്കണം. തനിച്ചാകുമ്പോൾ തണലാകാൻ ആ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അലിവുള്ള ഹൃദയത്തിലെ നിറയുന്ന കണ്ണുകൾ ഉണ്ടാകൂ. മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർക്കേ വേദനയുടെ ആഴം അറിയാവൂ. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാവണം. കാഴ്ചകളെ വലുതാക്കിയതിന്, മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന്. സങ്കടങ്ങളിലൂടെ ആത്മാർത്ഥമായി കടന്നു പോകുമ്പോൾ മാത്രമാണ് സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാകുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും പകർന്നു കൊടുക്കരുത്. കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ്. രണ്ടും ശമിച്ചതിനു ശേഷമേ അതുണ്ടാക്കിയ നാശം എത്രയാണെന്ന് തിരിച്ചറിയൂ. ഒന്നും ശാശ്വതമായി നിലനിൽക്കാത്തതിനാൽ ശാന്തത പാലിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. ഒരാളുടെ സ്നേഹം ലഭിക്കാനായി നിങ്ങളുടെ വ്യക്തിത്വം മാറ്റരുത്. അഭിമാനത്തോടെ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തും. കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. എന്നാൽ കുടുംബത്തിന് വേണ്ടി മാത്രമായി ജീവിക്കരുത്. നിനക്ക് വേണ്ടി ജീവിക്കാനും ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പലരും പല ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ആരും ആരെയും കൂടെ കൂട്ടരുത്. ഉപേക്ഷിക്കുന്നവർക്കറിയില്ല ഉപേക്ഷിക്കപ്പെടുന്നവരുടെ വേദന. ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞൊരു പുസ്തകമാണ്. എത്ര മറിച്ചാലും നാളെ എന്താണ് എന്നറിയാൻ കഴിയാത്ത ഒരു പുസ്തകം. മികവ് എന്നത് ഒരു തുടർ പ്രക്രിയയാണ്. അതൊരിക്കലും ആകസ്മികമല്ല. ഒരിക്കൽ പരാജയം അറിഞ്ഞെന്ന് കരുതി ഒരിക്കലും പിന്മാറരുത്. കാരണം പരാജയം എന്നത് പരിശ്രമത്തിലേക്കുള്ള ആദ്യ പടിയാണ്. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ 2 അടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. എല്ലാം തികഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയല്ല. ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വയം ജീവിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് വേണ്ടി നിങ്ങളെ വിനിയോഗിക്കാൻ തുടങ്ങും. നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതൊന്നും കേട്ട് തളരാൻ നിൽക്കരുത്. മറ്റുള്ളവരിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസത്തെക്കാൾ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. ഉറക്കത്തിൽ സംഭവിക്കുന്നതല്ല സ്വപ്നം. നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം. നീ ആഗ്രഹിച്ചത് ലഭിച്ചാൽ താഴ്മയുള്ളവനാകുക. നീ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ ക്ഷമയുള്ളവനാകുക. സന്തോഷം എന്നത് ഒരു സ്ഥലമല്ല,
ഒരു പ്രക്രിയയാണ്. സന്തോഷമായി തുടരാൻ ശരിയായ മനോഭാവം ആവശ്യമാണ്. അസന്തുഷ്ടിയുടെ പ്രാഥമിക കാരണം ഒരിക്കലും സാഹചര്യമല്ല, അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. നിങ്ങളുടെ ഉള്ളിൽ ശത്രു ഇല്ലെങ്കിൽ പുറത്തുള്ള ശത്രുവിന് നിങ്ങൾക്കൊരു ദോഷവും ചെയ്യാനാകില്ല. അന്ന് നീ തനിച്ചായപ്പോൾ ഞാൻ നിനക്ക് ഒരുപാട് കൂട്ടായി. ഇന്ന് നിനക്ക് ഒരുപാട് കൂട്ടായപ്പോൾ ഞാൻ തനിച്ചായി. ഒറ്റയ്ക്കാണെന്ന തിരിച്ചറിവിൽ മാത്രമായിരിക്കണം ഓരോ ചുവടും. കൂടെ നടക്കുന്ന നിഴൽ പോലും വെളിച്ചം തരുന്ന ഔദാര്യമാണ്. എല്ലാ കഥകൾക്ക് പിന്നിലും വേദന ഉണ്ടാവണമെന്നില്ല, എന്നാൽ എല്ലാ വേദനയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ടാകും. എല്ലാ ദിവസവും ഒരു വ്യക്തി നിങ്ങളുടെ ഹൃദയം തകർക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ വ്യക്തിയെ ഒഴിഞ്ഞു പോകുമ്പോഴുള്ള താൽക്കാലിക ദുഃഖത്തെ നേരിടുന്നതാണ്. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധ്യമല്ല. വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക, അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല, പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളും ദേഷ്യപ്പെടും, പക്ഷെ ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപോകില്ല. വിജയത്തിനായി നിങ്ങൾ പരാജയത്തെ അന്വേഷിക്കണം. എല്ലാ പാഠങ്ങളും തോൽവിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഇടത്താണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്തവയൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രം. ജീവിതത്തിൽ എവിടെയായാലും ഒഴിവാക്കുകയാണെന്ന് തോന്നിയാൽ തനിയെ ഒഴിഞ്ഞു മാറിയേക്കണം. ഒത്തിരി വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറുന്നതാണ്. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോൾ, അഭിമാനം കൊള്ളുമ്പോൾ ഒന്നോർക്കുക, അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, അതിന് കഴിയില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. എന്തെങ്കിലും ചെയ്യാൻ യോഗ്യമാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കുവാനുള്ള ഹൃദയമുണ്ട്. പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുണ്ട്. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിന്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കൂടുതൽ വെളിച്ചം നിങ്ങളെ അസ്വസ്ഥനാക്കും. കുറച്ചിരുട്ടും അത്യാവശ്യമാണ്. അതുപോലെയാണ് ജീവിതവും. സുഖവും ദുഃഖവും ആവശ്യമാണ്. നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സൗഹൃദം, അങ്ങനെയെല്ലാം നമ്മളെ അറിയുന്നവർക്ക് കൊടുക്കുക. അല്ലാത്തവർക്ക് നമ്മൾ വെറും നേരം പോക്കു മാത്രം. ജീവിതം ഒരു തവണ മാത്രമേ ഉണ്ടാകൂ. അതിനാൽ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. വെള്ളത്തേക്കാൾ മൃദുവും വഴക്കമുള്ളതുമായ മറ്റൊന്നില്ല. പക്ഷേ അതിനെ ചെറുക്കാൻ ശ്രമിച്ചു നോക്കൂ. യഥാർത്ഥ ശക്തി തിരിച്ചറിയാനാകും. താൻ എന്താണെന്ന ചിന്തയിൽ നിന്നും സ്വയം മോചിതനാകുമ്പോൾ തന്റെ പരിധികൾ മറികടക്കാൻ തുടങ്ങും. ഊഹാപോഹങ്ങൾ വെച്ച് നമ്മൾ ആരെയും വിലയിരുത്തരുത്. നമ്മൾ ഊഹിക്കുന്നത് പോലെ ആകില്ല ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങൾ. പനിനീർ പൂക്കളെ ആഗ്രഹിക്കുന്നവർ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകളെ മറക്കരുത്. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലതൊക്കെ പ്രതീക്ഷിക്കാതെ നമ്മളെ തേടി വരും. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ വലിയ നിരാശയിലേക്ക് നയിക്കും. നിങ്ങൾ വളരെ കാലം തനിച്ചാണെങ്കിൽ നിങ്ങൾ ഏകാന്തതയെ അംഗീകരിക്കും. ഒറ്റയ്ക്കായിരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു സ്ത്രീയുടെ ഇഷ്ടം നിങ്ങൾക്ക് അവളുടെ ചിരിയിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ ഒരു പുരുഷന്റെ ഇഷ്ടം അയാളുടെ കണ്ണിൽ നിന്നും മനസ്സിലാക്കണം. പുറത്തു നിന്നുള്ള ഒരു ശക്തിയാൽ മുട്ട പൊട്ടിയാൽ ജീവിതം അവസാനിക്കും. അകത്തെ ശക്തിയാൽ പൊട്ടിയാൽ ജീവിതം തുടങ്ങും. മഹത്തായ കാര്യങ്ങൾ എല്ലായ്പ്പോഴും ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.